ഈ അടുത്ത ഘട്ടം സ്ഥാനാർത്ഥി നിർണയമാണല്ലോ സ്വാഭാവികമായിട്ട്. താങ്കൾ ദീർഘകാലമായി ജനറൽ സെക്രട്ടറിയാണ്. ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹം? ജനറൽ സെക്രട്ടറിയായി തുടർന്നുകൊണ്ട് മത്സരിക്കാമല്ലോ. കഴിയില്ല. ഇല്ല, മത്സരിക്കുന്നുണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറി നിന്ന് മാറിയേക്കേണ്ടി വരും. മത്സരിക്കാൻ സന്നദ്ധനായി നിൽക്കുകയാണ് ശരിക്കും. അല്ല, അതൊക്കെ പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ചല്ലേ പോകാൻ പറ്റൂ. അതെ, പാർട്ടി മത്സരിക്കാൻ പറയുന്നു, സ്വാഭാവികമായിട്ട് മത്സരരംഗത്തുണ്ടാവും. പാർട്ടി പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ താങ്കൾ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മുമ്പ് INL MLA ആയിരുന്നു, പിന്നീട് എനിക്ക് തോന്നുന്നു മത്സരിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയൊന്നുമില്ല, അവസരങ്ങൾ ഇനിയും വരും. അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കൽ മാത്രമാണ് പൊളിറ്റിക്സിൽ ഒരു അവസരം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനും നല്ലൊരു സ്ഥാനത്താണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. പക്ഷേ മത്സരിക്കുകയാണെങ്കിൽ ഇത് വലിയ ഉത്തരവാദിത്തമാണല്ലോ, അത് മാറി നിൽക്കേണ്ടി വരും. തീർച്ചയായിട്ടും കഴിയില്ല. ഏതായാലും പാർട്ടി എന്താ പറയുന്നത് അതിനനുസരിച്ചാണ് വ്യക്തിപരമായി എൻ്റെ തീരുമാനം വരിക. അധികം സമയമില്ല, അതുകൊണ്ട് അതെ, ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടാവും. ഇല്ല, അത് പാർട്ടി പറയണം. അപ്പോൾ സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമേ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പാർട്ടി കടക്കൂ. ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ മത്സരരംഗത്തുണ്ടാവും എന്നുള്ളതൊക്കെ നേരത്തെ കൂട്ടി തീരുമാനിക്കുമല്ലോ. PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾ. ഇപ്പോൾ താങ്കളാണെങ്കിലും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ആരൊക്കെ മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ? അതല്ല, പാർട്ടി പൊതുവെ തീരുമാനമെത്തിയിട്ടില്ല. ആലോചിച്ചിട്ടുള്ളത് അനുഭവ സമ്പത്തുള്ള ആളുകൾ വേണം, അതോടൊപ്പം പുതുമുഖങ്ങൾക്ക് അവസരം നൽകണം, നന്നായി അവസരം നൽകണം. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും മത്സരിപ്പിച്ച് ആണ് മുസ്ലിം ലീഗ്. അതുപോലെ പുതുമുഖങ്ങൾക്ക്, യുവജനങ്ങൾക്ക് ഒക്കെ നല്ല പ്രാതിനിധ്യം നൽകി പാർലമെൻ്ററി പാർട്ടി പുതിയ ഒരു മുഖച്ഛായയോടുകൂടി വരണം എന്നാഗ്രഹിക്കുന്നു. അവരെ ലീഡ് ചെയ്യാൻ പരിചയസമ്പന്നരായ ആളുകളും ഉണ്ടാകണം എന്ന് പാർട്ടി ആഗ്രഹിക്കും. ഈ അനുഭവ സമ്പത്ത് എന്ന് പറയുമ്പോൾ 3 തവണ ടേം വ്യവസ്ഥ നിർബന്ധമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം. ഈ ടേം വ്യവസ്ഥ പഞ്ചായത്തിലും നിർബന്ധമാക്കി, നിയമസഭയിലും ഉണ്ടായിരുന്നു? ഇല്ല, നിയമസഭയിൽ ടേം വ്യവസ്ഥ ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവില്ല. അത് പറയാൻ കഴിയില്ല. അതേസമയം തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. അല്ല, ഇത്തവണ പ്രത്യേകിച്ച് ചോദിക്കാനുള്ള കാരണം പല നേതാക്കന്മാർ ഇപ്പോൾ ഈ അനുഭവ സമ്പത്തിൻ്റെ കാര്യം പറയുമ്പോൾ PK ബഷീർ, ശംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി, KP മജീദ്, NA നെല്ലിക്കുന്ന്, PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, പല നേതാക്കന്മാരും 3 ടേം കഴിഞ്ഞവരാണ്. അപ്പോൾ ആ ടേം വ്യവസ്ഥ നടപ്പാക്കിയൊരു പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളുണ്ടാവില്ല. അല്ല, അതിൽ ആ ചർച്ചയിലേക്ക് ടേം വ്യവസ്ഥ വേണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഗണന കൊടുക്കണോ എന്നൊക്കെ പാർട്ടി സംബന്ധിച്ച് കൂടിയിരുന്ന് ആലോചിക്കും. അതിപ്പോൾ കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായതിനു ശേഷം മാത്രമേ പാർട്ടിയുടെ ഇന്നർ കാര്യങ്ങളിലേക്ക് കടക്കുള്ളൂ. ഈ ഇളവ് കൊടുക്കുകയാണെങ്കിൽ PK ബഷീറിനും ശംസുദ്ദീനും മഞ്ഞളാംകുഴി അലി അങ്ങനെ വളരെ എണ്ണം പരിമിതപ്പെടുത്തുമായിരിക്കും. അല്ല, അത് കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആർക്കൊക്കെ കൊടുക്കണമെന്നും പാർട്ടി തീരുമാനിക്കും, തങ്ങൾ പ്രഖ്യാപിക്കും, അത്രയാണ്.